അപ്പോൾ നമ്മൾ ഇത്ര നേരം പരിചയപ്പെട്ടത് കോമ്പൗണ്ട്സ്, അതിൽ ഡിഫറെൻ്റ് ആറ്റംസ് ആണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ആ ഡിഫറെൻ്റ് ആറ്റംസ് മുഖേന ഉണ്ടാകുന്ന ബോണ്ടിങ്ങിനെയാണ് നമുക്ക് കെമിക്കൽ ബോണ്ടിങ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അതായത് അതിൽ ഒന്ന് മെറ്റലായിരിക്കും, രണ്ടാമത്തത് നോർമലി എന്തായിരിക്കും, ഒരു നോൺ മെറ്റലായിരിക്കും എന്നുള്ളതാണ്. ഒന്ന് മെറ്റൽ, രണ്ടാമത്തത് നോർമലി ഒരു നോൺ മെറ്റലായിരിക്കും എന്നുള്ളതാണ്. All are welcome to the class. We are proceeding to the second chapter, chemical bonding. First we have covered the ionic bonds, and now we are going to the next portion, the remaining portion of this chapter. And already we have discussed the compound molecules, namely NaCl, MgO, then Na2O, NaF, MgF2, like that. Now we are going to discuss about the elemental molecules. അതായത് മൂലക തന്മാത്രകളെ കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. മൂലക തന്മാത്രകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. N2, O2, F2, Cl2, H2 ഇതെല്ലാം ഡയറ്റോമിക് സ്റ്റേറ്റിലുള്ള മൂലക തന്മാത്രകളാണ്. ഇനി മോണോറ്റോമിക് സ്റ്റേറ്റിലുള്ള മൂലക തന്മാത്രകളാണ് സോഡിയം, പൊട്ടാസ്യം, ഇങ്ങനെയുള്ള എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ രണ്ട് ആറ്റംസ് വരുന്നില്ല, ഒരു ആറ്റംസ് ആണ്. But that is this type gaseous molecules consist of diatomic molecules, or they are considered diatomic atom. They are consist of two atoms. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് they are attaining the stability? For example, we can take it as fluorine. Fluorine നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കും. Fluorine consists of എത്ര ആറ്റംസ് ഉണ്ട്? ഇതിൽ 2 fluorine atoms ഉണ്ട്. So by combining 2 fluorine atoms, they should definitely, each fluorine atom should attain the stability as by attaining 8 electrons in the outermost or valence shell. അത് യാതൊരു സംശയമില്ല. അപ്പോൾ ബാക്കി ഷെല്ല് 8 ഇലക്ട്രോൺ നേടി ഇവ എന്ത് നേടിയിട്ടുണ്ടാവണം? സ്ഥിരം നേടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അയോണിക ബന്ധനം അല്ലെ അയോണിക് ബോണ്ട് പോലെയാണോ ഇവിടെ ബോണ്ട് ഫോർമേഷൻ നടന്നിരിക്കുന്നത്, കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ നടന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഫ്ലൂറിന്റെ ഒരു ബോർ ആറ്റം മോഡൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ എത്രയുണ്ട്? ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ദാറ്റ് ഈസ് 9 ആണ്. നോർമലി അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയായിരിക്കും? 27 ആണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അറ്റോമിക് നമ്പർ 9 ആയതുകൊണ്ട് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 27 ആണ്. ഇപ്പൊ നമ്മൾ ബോർ മോഡൽ നോക്കുകയാണെങ്കിൽ, അതായത് കെ ഷെല്ല് 2 ഇലക്ട്രോൺ, എൽ ഷെല്ല് 7 ഇലക്ട്രോൺ ഉണ്ട്. ദാറ്റ് ഈസ് ടു കംപ്ലീറ്റ് ദ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ദാറ്റ് മീൻസ് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ, ഇറ്റ് റിക്വയർസ് 1 more ഇലക്ട്രോൺ. അതിന് ഒരു ഇലക്ട്രോണും കൂടി എന്തുണ്ട്? ആവശ്യമുണ്ട് എന്ന് നമുക്ക് ആ ബോർ മോഡൽ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ 2 ഫ്ലൂറിൻ ആറ്റംസ് ആണ്, ഇതുപോലെ 2 ഫ്ലൂറിൻ ആറ്റംസ് ആണ് കമ്പൈൻ ചെയ്യുന്നത്. You can see that 2 fluorine atoms ആണ് കമ്പൈൻ ചെയ്യുന്നത്. ഈ 2 ഫ്ലൂറിൻ ആറ്റംസിന്റെയും അതിന്റെ ഒരു ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2 ഫ്ലൂറിൻ ആറ്റംസിന്റെ ഓരോ ഫ്ലൂറിൻ ആറ്റത്തിന്റെയും ഔട്ടർ ഷെല്ല് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം അനുസരിച്ച് വാലൻസ് ഷെല്ലില് അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 7 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഒന്നാമത്തെ ഫ്ലൂറിനില് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഡോട്ട് ഉണ്ട്. രണ്ടാമത്തെ ഫ്ലൂറിനിലും എത്ര ഡോട്ട് ഉണ്ട്? 7 ഡോട്ട് ഉണ്ട്. സോ അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ആണ് എന്ത് ഫോം ചെയ്യേണ്ടത്? F2 മോളിക്യൂൾ അഥവാ ഫ്ലൂറിൻ മോളിക്യൂൾ ഉണ്ടാവുന്നത്. അങ്ങനെ ആ ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഈ ഫ്ലൂറിന് ഓരോ ഫ്ലൂറിൻ ആറ്റംസിനും ഷുഡ് അറ്റൈൻ 8 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ്. അത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇതിന്റെ ഔട്ടർ ഷെൽ 7 ഇലക്ട്രോൺ, ഇതിന്റെ ഔട്ടർ ഷെൽ 7 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ നമ്മൾ നേരത്തെ അയോണിക് ബോണ്ടിന്റെ കേസിൽ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അടുത്തതിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ നോർമലി രണ്ടാമത്തെ ഫ്ലോറിന് എത്ര ഇലക്ട്രോൺ കിട്ടും? Definitely it will get 8 electrons in the outermost shell, but the first electron transfer ചെയ്ത ഇലക്ട്രോൺ എത്രയാവും? 6 ഇലക്ട്രോണേ ആവുള്ളൂ. അപ്പോൾ ആ ബോണ്ട് ഫോർമേഷനിൽ ഈ 2 ആറ്റത്തിനും ഒന്നിന് സ്റ്റെബിലിറ്റി കിട്ടുന്നു, ഒന്നിന് സ്റ്റെബിലിറ്റി കിട്ടാതെ വരും. അപ്പോൾ നോർമലി ആ ടൈപ്പ് ഒരു ബോണ്ട് ഫോർമേഷന് പോസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എന്താണ് ഇതിന്റെ ഒരു സാധ്യത? നമ്മൾ നോക്കൂ, അതിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഈ ഒരു ആറ്റം ഫ്ലൂറിന്റെ ഒരു ആറ്റവും ഔട്ടർ ഷെല്ലിലെ ഫ്ലൂറിന്റെ ഒരു ആറ്റവും ഒന്നാമത്തെ ഫ്ലോറിൽ ഒരു ആറ്റവും രണ്ടാമത്തെ ഫ്ലോറിന്റെ ഔട്ടർ ഷെല്ലിൽ ആ ഒരു ഇലക്ട്രോൺ മാറ്റമല്ല, ഓരോ ഇലക്ട്രോൺ വീതം. ദി ഔട്ടർമോസ്റ്റ് ഷെൽ കൺസിസ്റ്റ് 7 electrons and each electron in the 2 fluorine atoms they are mutually sharing. ഈ ഓരോ ഇലക്ട്രോൺ വീതം അവർ പരസ്പരം ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഓരോ ഇലക്ട്രോണും പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഫ്ലൂറിനും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് രണ്ട് ഞാനിത് ഡോട്ട് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിന്റെ 7 ഇലക്ട്രോൺസിലാണ്.
അതുപോലെ തന്നെ ഇതിന്റെ ഡോട്ട്സ് ഉപയോഗിച്ച് ഞാൻ ഇതും കാണിക്കുകയാണ്. ഓക്കെ, യു സീ വാട്ട് ഹാപ്പൻസ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് ഷെയറിംഗ് ആണ് നടക്കുന്നത്. ഇവിടെ പരസ്പരം ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കും. ഇവിടെ ഈ ഫ്ലൂറിൻ ഇതിന്റെ ക്രോസ് ഉപയോഗിച്ചാണ് ഇരിക്കുന്നത്. ഒന്നാമത്തെ ഫ്ലൂറിൻ അതിന്റെ ഒരു ഇലക്ട്രോണും സെക്കൻഡ് ഫ്ലൂറിൻ അതിന്റെ ഒരു ഇലക്ട്രോണും പരസ്പരം ഇവരെന്ത് ചെയ്തു? ഷെയർ ചെയ്തു. ദേ ആർ മ്യൂച്വലി ഷെയറിംഗ് 1 ഇലക്ട്രോൺ ഈച്ച്. ഇപ്പൊ നമ്മൾ നോക്കൂ, ഈ ഒന്നാമത്തെ ഇലക്ട്രോൺ എത്ര ഇലക്ട്രോൺ നോക്ക്? 2, 4, 6, 2, 8 ഇലക്ട്രോൺ. സോ ഇറ്റ് ഗെറ്റ്സ് 8 ഇലക്ട്രോൺസ്. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയായി? 2, 8 ആയി. അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് എത്ര ഇലക്ട്രോൺ വന്നു? 8. ഇതിന് നോക്കൂ, 2, 4, 6, 8. ഇതും എത്രയായി? 8 ആയി. So that means the 2 fluorine atoms in the F2 molecule attains 8 electrons in the outermost shell and attains the stability by mutual sharing of 1 pair of electrons. അപ്പോൾ ഒരു ജോഡി ഇലക്ട്രോണുകളെ അവ പരസ്പരം പങ്കുവെച്ച് ഓരോ ഫ്ലൂറിൻ ആറ്റവും അതിന്റെ ബാഹ്യതമ ഷെല്ലില് എത്ര ഇലക്ട്രോൺ നേടാൻ പറ്റുന്നു? 8 ഇലക്ട്രോണുകൾ നേടാനായിട്ട് അതിന് കഴിയുന്നുണ്ട്. അങ്ങനെ 8 ഇലക്ട്രോൺ നേടുന്നത് മുഖേന അതിന് സ്ഥിരത കൈവരിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ പരസ്പരം ഷെയറിംഗ് മുഖേന ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്ത് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോവലന്റ് ബോണ്ടിങ്. ദേ ആർ നോൺ ആസ് കോവലന്റ് ബോണ്ടിങ്. So what is covalent bonding? Covalent bonding is formed by the sharing of electrons between 2 atoms, as well as a chemical bond is formed and holds the 2 atoms together, which is known as the covalent bonding, അല്ലെങ്കിൽ മലയാളത്തിലെ സഹസംയോജക ബന്ധനം എന്ന് പറയും. അപ്പോൾ എന്താണ് സഹസംയോജക ബന്ധനം? പരസ്പരം ഇലക്ട്രോണുകളെ പങ്കുവെച്ച ഒരു തന്മാത്രയുടെ ആറ്റങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന രാസബന്ധനത്തിനെ വിളിക്കുന്ന പേരാണ് സഹസംയോജക ബന്ധനം. അപ്പോൾ കോവാലന്റ് ബോണ്ടിങ് ഈസ് ഫോംഡ് ബൈ ദ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ 2 ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഈസ് കോൾഡ് കോവാലന്റ് ബോണ്ടിങ്. അപ്പോൾ അങ്ങനെയുള്ള കെമിക്കൽ ബോണ്ടിങ്ങിന് രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്നതാണ് കോവാലന്റ് ബോണ്ടിങ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, ഇതിനെ നമുക്ക് ഈ രീതിയിലും കൂടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലെ ഈ 2 ഫ്ലൂറിന്റെ ഇടയ്ക്ക് ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ പെയർ എത്ര നോക്കുക? ഓൺലി 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഷെയർഡ്. സോ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എ സിംഗിൾ ലൈൻ. ദാറ്റ് മീൻസ് എ സിംഗിൾ ബോണ്ട്. സോ when they are sharing 1 pair of electrons between 2 atoms in a molecule, then they can be denoted by a single line between the 2 atoms. That single line is known as single bonds. What is a single bond? Single bond is formed by sharing of 1 pair of electrons. ഒരു ജോഡി ഇലക്ട്രോണുകളെ പരസ്പരം പങ്കുവെച്ച് 2 ആറ്റംസിനിടയിൽ ഉണ്ടാകുന്ന ബന്ധനത്തെ, രാസബന്ധനത്തെ വിളിക്കുന്ന പേരാണ് ഏകബന്ധനം എന്ന പേര് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് 2 ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെക്കുന്ന കേസ് ഉണ്ടോ? ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. 2 ജോഡി ഇലക്ട്രോണുകൾ. ഞാൻ ഓക്സിജന്റെ കേസാണ് എടുക്കുന്നത്. O2 ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണ്. 2, 6. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓക്സിജൻ നോക്കൂ. അതിന്റെ ഔട്ടർ ഷെല്ലിലെ ഡോട്ട് ഉപയോഗിച്ച 6 ഇലക്ട്രോൺ, അടുത്ത ഓക്സിജന്റെയും ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഓരോ ഓക്സിജനും എത്ര ഇലക്ട്രോണിന്റെ കുറവാണുള്ളത്? ഒന്നാമത്തെ ഓക്സിജൻ 2 ഇലക്ട്രോണിന്റെ കുറവ്, രണ്ടാമത്തെ ഓക്സിജൻ 2 ഇലക്ട്രോണിന്റെ കുറവ്. അപ്പൊ ഇവർക്ക് 2 പേർക്കും എത്ര ഇലക്ട്രോൺ വീതം കിട്ടണം? 2 ഇലക്ട്രോണിന്റെ കുറവുണ്ട്. അപ്പൊ ഈ ഒന്നാമത്തെ ഓക്സിജൻ 2 ഇലക്ട്രോൺ ഇതുമായിട്ട് ഷെയർ ചെയ്യുന്നു, രണ്ടാമത്തെ ഓക്സിജൻ അടുത്ത 2 ഇലക്ട്രോൺ അതുമായിട്ട് ഷെയർ ചെയ്യുന്നു. അങ്ങനെ 2 പേരും 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യുമ്പോൾ അപ്പോൾ 2 ഓക്സിജനും എത്ര ഇലക്ട്രോൺസ് കിട്ടുന്നു? 8 ഇലക്ട്രോൺസ് വീതം 2 ഓക്സിജനും കിട്ടുന്നു. അതിന്റെ ഫിഗർ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. 2 ഓക്സിജന്റെയും ഇവിടെ ഇതിന്റെ കേസ് ഇതാണ്. ഇതിന്റെ അപ്പൊ ഇവിടെ എങ്ങനെ ചെയ്യുന്നു? ഇവിടെ 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു, ഇവിടെ 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു. യു ക്യാൻ സീ ദാറ്റ് ഈച്ച് ഓക്സിജൻ ആറ്റം ഷെയറിംഗ് 2 പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2, 4, 6, 8 ഇലക്ട്രോൺ. ഇതിന്റെ 2, 4, 6, 8 ഇലക്ട്രോൺ. അപ്പൊ 2 ഓക്സിജൻ ആറ്റംസും ഇപ്പോൾ എത്ര ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെൽ കിട്ടുന്നുണ്ട്? ദേ ആർ അറ്റൈനിങ് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. സോ ദേ ബിക്കംസ് ഹൈലി സ്റ്റേബിൾ. അത് നല്ലവണ്ണം സ്ഥിരത നേടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ 2 പെയറാണ് പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പെയറിന് 1 വരെയാണ്, 2 പെയറിന് നമുക്ക് 2 വര കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. സോ ദിസ് ഈസ്
ഓ ഡബിൾ ബോണ്ട്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ ബോണ്ട്. ഒരു വര ഉണ്ടെങ്കിൽ സിംഗിൾ ബോണ്ട്. സോ ദിസ് ഇസ് ഇൻഡിക്കേറ്റ്സ് ടു single lines, so they are known as double bonds. So what is a double bond? Double bond is formed by the sharing of two pair of electrons between two atoms. An example ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ 3 പേര് ഷെയർ ചെയ്യുന്ന കേസിലായിരിക്കും. ഒരു പേര് ഷെയർ ചെയ്യുകയാണെങ്കിൽ സിംഗിൾ ബോണ്ട്, രണ്ട് പേര് ഇലക്ട്രോൺ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഡബിൾ ബോണ്ട്. Then if 3 pair of electrons are sharing between two atoms in a molecule, അപ്പോൾ നമുക്ക് അതിനെ എന്ത് വിളിക്കാനായിട്ട് സാധിക്കും? It can be called as triple bonds. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രിപ്പിൾ ബോണ്ട്. ആൻ എക്സാമ്പിൾ ആണ് നൈട്രജൻ. യു സി ദ നൈട്രജന്റെ ഔട്ടർ ഷെൽ അറ്റോമിക് നമ്പർ എത്രയാണ്? 5 ആണ്. 2, അപ്പോൾ എത്ര വരും? 2,5. ഇതിന്റെയും എത്രയാണ്? ദാറ്റ് ഈസ് 2,5. എത്ര ഇലക്ട്രോൺസിന്റെ കുറവുണ്ട്? 3 ഇലക്ട്രോൺസിന്റെ കുറവുണ്ട്. ഇവിടെയും എത്ര ഇലക്ട്രോൺസിന്റെ? 3, ബിക്കോസ് ബോത്ത് ആർ സെയിം. അപ്പോൾ ഈ ഒന്നാമത്തെ നൈട്രജൻ 3 ഇലക്ട്രോണും രണ്ടാമത്തെ നൈട്രജന് 3 ഇലക്ട്രോണും പരസ്പരം എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. സോ വി ക്യാൻ സീ ദാറ്റ് എത്ര പേര്? 1, 2, 3 പെയർ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ 5ഉം അതിന്റെ 3ഉം കൂടെ ചേർന്ന് ടോട്ടൽ 8 ഇലക്ട്രോൺസ്, ഇതിന്റെ 5ഉം 3ഉം കൂടെ ചേർന്ന് 8 ഇലക്ട്രോൺസ്. ഇറ്റ് ബിക്കംസ് ഹൈലി സ്റ്റേബിൾ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നൈട്രജൻ വരച്ചിട്ട് that is we can draw it as നൈട്രജനെ നമുക്ക് എത്ര വരയുണ്ട്? 3 വരയുണ്ട്. that is 3 single lines are represented between the 2 nitrogen atoms. This is known as triple bond. The triple bond is formed by the sharing of 3 pair of electrons between the 2 atoms. ഓരോ സിംഗിൾ ലൈനും എത്ര പെയർ ഇലക്ട്രോൺസിനെയാണ്? ഒരു പെയർ ഇലക്ട്രോൺ ആണ്. ഇങ്ങനെ 3 വരകൾ കണ്ടു കഴിഞ്ഞാൽ 3 pair of electrons. ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ആണ്. 3 പെയർ ആകുമ്പോൾ 6 ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ടുണ്ട്. 3 ഇലക്ട്രോൺ ഈ നൈട്രജന്റെയും 3 ഇലക്ട്രോൺ ഈ നൈട്രജന്റെയും ആണെന്ന് മനസ്സിലാക്കണം. ഓക്സിജന്റെ കേസിൽ 2 പെയറാണ് ഷെയർ ചെയ്യുന്നത്, ഡബിൾ ബോണ്ട്. അപ്പോൾ 2 ഇലക്ട്രോൺ ഒന്നാമത്തെ ഓക്സിജനും അടുത്ത 2 ഇലക്ട്രോൺ അടുത്ത ഓക്സിജനും എന്ന് കാണാനായിട്ട് സാധിക്കും. സോ കോവലന്റ് ബോണ്ടിങ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 types of bonding, 3 types of bonding, that is single bond, ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട്. ഏകബന്ധനം, ദ്വിബന്ധനം ആൻഡ് ത്രിബന്ധനം എന്ന രീതിയിൽ നമുക്ക് 3 ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏകബന്ധനത്തിന് ഉദാഹരണമാണ് ഫ്ലൂറിൻ, അതുപോലെ തന്നെ ക്ലോറിൻ, ഹൈഡ്രജൻ, ഇതെല്ലാം എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഡബിൾ ബോണ്ടിന് എക്സാമ്പിൾ ആണ് ഓക്സിജൻ, ട്രിപ്പിൾ ബോണ്ടിന് എക്സാമ്പിൾ ആണ് നൈട്രജൻ. സോ നൈട്രജൻ ഈസ് സെറ്റ് ടു ബി ഹൈലി, ദാറ്റ് ഈസ് കമ്പയർഡ് ടു അതർ ഗ്യാസസ് ഗിവൺ ഇൻ ദിസ് കേസ്. നൈട്രജൻ ഈസ് കൺസിഡേർഡ് ടു ബി ഹൈലി സ്റ്റേബിൾ ബിക്കോസ് അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ബോണ്ട് എന്ത് ബോണ്ടാണ്? ട്രിപ്പിൾ ബോണ്ടാണ്. ഈ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ടഫ്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ഹൈലി സ്റ്റേബിൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ദ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കോവലന്റ് ബോണ്ടിങ് ആർ കോൾഡ് ആസ് കോവലന്റ് കോമ്പൗണ്ട്സ്. സഹസംയോജക ബന്ധനമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേരാണ് സഹസംയോജക സംയുക്തങ്ങൾ. അതുപോലെ തന്നെ ദ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് അയോണിക് ബോണ്ട് ആർ കോൾഡ് ionic compounds. The compounds containing ionic bond are called ionic compounds എന്ന പേരിൽ, അയോണിക സംയുക്തങ്ങൾ എന്ന പേരിലുമാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, കണ്ടത് സെയിം ടൈപ്പ് മോളിക്യൂൾസ്, ആറ്റംസ് തമ്മിലുള്ള മോളിക്യൂൾസിന്റെ കോവലന്റ് ബോണ്ടിങ് ഫോർമേഷൻ ആണ്. നൈട്രജൻ N2 F2 Cl2 O2, ഇതെല്ലാം സെയിം ടൈപ്പ് ആറ്റംസ് ചേർന്നുള്ള എലമെന്റൽ മോളിക്യൂൾസ് ആണ്. അതിൽ നമ്മൾ കണ്ടത് കോവലന്റ് ബോണ്ടിങ് ആണ്. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ കോവലന്റ് ബോണ്ടിങ് ഇൻ കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്നിങ് ഡിഫറെന്റ് ടൈപ്പ് ആറ്റംസ്. അതിന് എക്സാമ്പിൾ ആണ് HCl, HF, CCl4, CH4. ഓൾ ദീസ് കോമ്പൗണ്ട്സ് കണ്ടെയ്ൻസ് എന്താണ്? കോവലന്റ് ബോണ്ടിങ് തന്നെയാണ് ഇതിലും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ അയോണിക് ബോണ്ടിങ് എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ വി ക്യാൻ ടേക്ക് ദ ഫസ്റ്റ് എക്സാമ്പിൾ HCl, HF, ബോത്ത് ആർ സെയിം. HCl നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ അതിന്റെ ഔട്ടർ ഷെല്ല്, അതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തില് 1 ഇലക്ട്രോൺ ആണ് ഉള്ളത് ഔട്ടർ ഷെല്ല്. അതുപോലെ തന്നെ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287 ആണ്. അപ്പൊ അതിന്റെ ഔട്ടർ ഷെല്ല് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 7 ഡോട്ടൽ 7 ഇലക്ട്രോൺ ഉണ്ടാവും. നോ, ഹൈഡ്രജന് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ എത്ര ഇലക്ട്രോൺ കൂടി വേണം? ഇറ്റ് റിക്വയർസ് ഓൺലി 1 more electrons. Then the 2 electrons will be accommodated in the case shell. But in the case of the chlorine, to get the stable electronic configuration, അതിന് എത്ര ഇലക്ട്രോൺ കൂടി വേണം? അതിന് 8 ഇലക്ട്രോണിന്റെ ആവശ്യം. അതിന് 8 ഇലക്ട്രോൺ കിട്ടണം. അപ്പോൾ 1 ഇലക്ട്രോൺ കൂടി അതിന് ആവശ്യമുണ്ട്. ഓൾറെഡി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺ ഉണ്ട്. 1 more ഇലക്ട്രോൺ കൂടി വേണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജനും ക്ലോറിനും ഓരോ ഇലക്ട്രോൺ വീതം പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ ഹൈഡ്രജന് 2 ഇലക്ട്രോണും ക്ലോറിന് അതിന്റെ ഔട്ടർ ഷെല്ല് എത്ര ഇലക്ട്രോണും കിട്ടുന്നു? 8 ഇലക്ട്രോണും കിട്ടുന്നു. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഹൈഡ്രജന് 2 ഇലക്ട്രോണും ക്ലോറിന് 8 ഇലക്ട്രോണും കിട്ടുന്നു.
എത്ര പെയർ ഇലക്ട്രോൺസ് അവർ ഷെയർ ചെയ്തു? ദേ ആർ ഷെയറിങ് ഓൺലി 1 പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇങ്ങനെ ഓൺലി 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോവലന്റ് ബോണ്ടിങ്ങിനെ, സഹസംയോജക ബന്ധനത്തിനെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്? പറയൂ. യെസ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഏകബന്ധനം അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട്. അപ്പൊ ഇതിന്റെ ഈ മോളിക്യൂൾസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ബോണ്ട് ഏതാണ്? സിംഗിൾ ബോണ്ടാണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എച്ച് സിംഗിൾ ബോണ്ട് Cl. അതുപോലെ തന്നെയായിരിക്കും എച്ച് സിംഗിൾ ബോണ്ട് ഫ്ലൂറിനിലും അങ്ങനെ തന്നെയായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഒരല്പം കൂടി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു മോളിക്യൂൾസിലേക്ക് വരാം. അതിൽ വരുന്നതാണ് CCl4, കാർബൺ ടെട്രാക്ലോറൈഡ്. അതായത് കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 24 ആണ്, ക്ലോറിന്റെ 287, അതായത് 17 ആണ് അറ്റോമിക് നമ്പർ. അതായത് കാർബണിന്റെ ഔട്ടർ ഷെല്ല് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വെച്ച് നോക്കുമ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഞാനിതൊന്ന് മാറ്റിയാണ്, 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇനി ക്ലോറിന്റെ ഔട്ടർ ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് ആണ് കാണാനുള്ള സാധ്യത? ഇറ്റ് കണ്ടെയ്ൻസ് 7 ഇലക്ട്രോൺസ്. അപ്പൊ ഞാനിവിടെ 7 ഇലക്ട്രോൺസ് ക്ലോറിന്റെ ക്രോസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. കാർബണിന്റെ ഔട്ടർ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ്, അത് ഡോട്ട് ഉപയോഗിച്ച് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. ഇനി എന്ത് ചെയ്യുന്നു? ഇവര് തമ്മിൽ ഒരു ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു, ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു. ഇപ്പോൾ ഈ ക്ലോറിനെ സംബന്ധിച്ച് അത് ഓക്കെ, എത്ര ഇലക്ട്രോൺസ് കിട്ടിയതിന്? 8 ഇലക്ട്രോൺസ് കിട്ടി. പക്ഷെ കാർബണ് ഇതിൽ നിന്ന് 1 ഇലക്ട്രോണേ കിട്ടാൻ പറ്റുള്ളൂ. അപ്പൊ എത്ര ആവുള്ളൂ? 5 ആവുള്ളൂ. എത്ര ഇലക്ട്രോൺ വേണം അതിന്? 8 ഇലക്ട്രോൺ വേണം. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ കിട്ടി, അത് എത്രയായി? 5 ആയി. ഇനി നമുക്ക് അടുത്ത ക്ലോറിനെ ഇതിന്റെ അടുത്ത് വരുന്നതായിരിക്കും, അടുത്ത ക്ലോറിൻ വരുന്നു. അപ്പൊ അതും എത്ര ഇലക്ട്രോണെ ഷെയർ ചെയ്യുന്നു? 1 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഈ ക്ലോറിനെ സംബന്ധിച്ചും എത്ര ഇലക്ട്രോൺ ആയി? ഇറ്റ് ഗെറ്റ്സ് 8 ഇലക്ട്രോൺസ്. സോ ഇറ്റ് കംപ്ലീറ്റ്സ് octet electronic configuration, the outermost shell. Now next the fluorine comes, not fluorine, chlorine comes. Again it also sharing one more electron, or electron adum share ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതും എത്ര ഇലക്ട്രോൺ ആയി? 8 ഇലക്ട്രോൺസ് ആയി. Now next chlorine is coming. ഇതും 1 ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു. ഇതും എത്രയായി? 8 ആയി. ഇനി കാർബണിന്റെ കേസിൽ നമുക്ക് നോക്കേണ്ടത്, കാർബൺ എന്ത് ചെയ്യണം? ഇത് ഓരോന്നുമായിട്ട് കാർബൺ ഷെയർ ചെയ്യണം. കാർബൺ ഫസ്റ്റ് ഷെയർ ചെയ്യുന്ന ഈ 1 ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു, നെക്സ്റ്റ് ഈ ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു, നെക്സ്റ്റ് ഈ ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു, അടുത്തത് ഈ ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കാർബണിന്റെ ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 2 3 4 ഇലക്ട്രോൺ. അതിന് കിട്ടുന്ന ഇതിൽ നിന്ന് 1 ഇലക്ട്രോൺ കിട്ടി, ഇതിൽ നിന്ന് 1 ഇലക്ട്രോൺ കിട്ടി, ഇതിൽ നിന്ന് 1 ഇലക്ട്രോൺ കിട്ടി, ഇതിൽ നിന്ന് 1 ഇലക്ട്രോൺ കിട്ടി. ടോട്ടല് 2 2 2 2. സോ ഇറ്റ് ടോട്ടലി ഗെറ്റ്സ് എത്ര ഇലക്ട്രോൺസ് ആണ്? ഇറ്റ് ഗെറ്റ്സ് 8 ഇലക്ട്രോൺസ്. ദാറ്റ് മീൻസ് ഇറ്റ് ബിക്കംസ് ഹൈലി സ്റ്റേബിൾ. ഇനി ഓരോ ക്ലോറിനും നോക്കൂ, ഓരോ ക്ലോറിനും 7 1 8, 7 1 8, 7 1 8, 7 1 8. സോ 7 ഇലക്ട്രോൺ. ഇനി ഓരോ ബോണ്ടും എന്ത് ഷെയർ ചെയ്തിരിക്കുന്ന? ഈച്ച് ക്ലോറിൻ ആറ്റം ഷെയറിംഗ് one pair of electrons with the carbon atoms. Each chlorine atom shares 1 pair of electrons with the chlorine atom. ഓരോ ക്ലോറിൻ ആറ്റം ഒരു ജോഡി ഇലക്ട്രോണുകളാണ് കാർബണുമായിട്ട് ഷെയർ ചെയ്യുന്നത്. That means they are forming single bonds. എത്ര സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും? 1 2 3 4. They are forming 4 single bonds. 4 സിംഗിൾ ബോണ്ടുകൾ ഇവർ തമ്മിൽ ഉണ്ടാകുന്നുണ്ട്. That is, അപ്പൊ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? കാർബൺ, that is a single bond, this is a single bond, this is a single bond, this is a single bond. ബാക്കി ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. This is മറ്റേ സിംഗിൾ ബോണ്ട് പ്രസന്റേഷനിലേക്ക് പോയി. ഓക്കെ, clear. Now this becomes CCl4. ഇത് വരുന്ന നിൽക്കുന്നത് ഏതിലാണ്? കാർബൺ ടെട്രാക്ലോറൈഡ്. ദിസ് ഇസ് ദ കോവലന്റ് ബോണ്ട് ഫോർമേഷൻ ഓഫ് കാർബൺ. അത് ഞാൻ ഈ ചിത്രീകരണം ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. ഇതാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഫോർ ദ ഫോർമേഷൻ ഓഫ് കോവലന്റ് ബോണ്ടിങ് ഇൻ കാർബൺ ടെട്രാക്ലോറൈഡ്. Similarly, you can explain the covalent bond formation in CH4. CH4 is known as methane. മീഥൈൻ ഫോർമേഷൻ ഭയങ്കര ഈസിയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? അതിന് പകരം ഇവിടെ നമ്മൾ ക്ലോറിന്റെ സ്ഥാനത്ത് ഇവിടെ ഹൈഡ്രജൻ കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ ഇലക്ട്രോൺസ് വീതം ഉണ്ടാകുന്നു. ഹൈഡ്രജന്റെ എത്ര ഇലക്ട്രോൺ ഉള്ളൂ? 1 ഇലക്ട്രോൺ. അടുത്ത ഹൈഡ്രജനും 1 ഇലക്ട്രോൺ, അടുത്ത ഹൈഡ്രജനും 1 ഇലക്ട്രോൺ, അടുത്ത ഹൈഡ്രജനും 1 ഇലക്ട്രോൺ. ഇതെന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു, ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു, ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു, ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു. ഇതിനൊരു ജോഡി ഹൈഡ്രജനെ സംബന്ധിച്ച് എത്ര ഇലക്ട്രോൺ കിട്ടുള്ളൂ? ഓർത്ത് വയ്ക്കുക നിങ്ങൾ.
that is it gets electronic configuration near to the noble gas. ഏതാണ് നോബൽ ഗ്യാസ്? ഹീലിയത്തിന്റെ നോബൽ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്കാണ് പോകുന്നത്. ഹൈഡ്രജന് 2 ഇലക്ട്രോൺ മതി. ഇനി കാർബൺ എന്ത് ചെയ്യുന്നു? ഓരോ ഇതിനെ എല്ലാത്തിന്റെയും ഓരോ ഇലക്ട്രോണുകളെ പരസ്പരം കാർബൺ ഷെയർ ചെയ്യും. സോ കാർബൺ ഇപ്പൊ 2, 4, 6, 8 കാർബൺ അറ്റൈൻസ് 8 ഇലക്ട്രോൺസ്. ഇതെല്ലാം എന്ത് ബന്ധനമാണ്? ദാറ്റ് ഈസ് സിംഗിൾ ബോണ്ട്. അപ്പൊ CH 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 CH. Okay, this is called CH4. അപ്പൊ അതിൽ എന്തിലേക്കാണ് വരുന്നത്? CH4. So these are the compounds which containing different atoms, but they are forming the covalent bonding by the sharing of sharing of electrons between them. Okay, then ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിലും അല്ലാതെയുള്ള 2-3 കോമ്പൗണ്ട്സുകളുടെ സ്ട്രക്ചറുകൾ നിങ്ങൾ വരയ്ക്കേണ്ടതുണ്ട്. ഒന്ന് H2O, നിങ്ങളൊന്ന് ഇതേപോലെ തന്നെ വരച്ചു നോക്കുക. അതുപോലെ തന്നെ NH3 അമോണിയ വരച്ചു നോക്കുക. അതുപോലെ തന്നെ HF അത് വരച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ Cl2 ഈ സാധനങ്ങൾ, ഈ മോളിക്യൂളും വരച്ചു നോക്കുക. അപ്പൊ Cl2, H2O, NH3, H2O, NH3 ഈ കോമ്പൗണ്ടുകൾ നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കണം. അത് നിങ്ങൾക്കൊരു വർക്കായിട്ട് കൂട്ടുക. ഓക്കെ.